ചാർലി ഫുൾ സിസ്റ്റത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളി മരണപ്പെടുന്നത്. ഗൺഷോട്ടിലൂടെ അല്ല, എക്സ്പ്ലോഷനിലൂടെ മരിച്ചതെന്നും കേൾക്കുന്നുണ്ട്. ടൈലർ റോബിൻസൺ എന്ന് പറഞ്ഞൊരു വയ്യാത്ത പയ്യനാണ് പുള്ളിയെ കൊന്നതെന്ന് ഞാൻ എന്തായാലും വിശ്വസിക്കുന്നത്. ചാർലിയുടെ കഴുത്തിലൂടെ പോയ ബുള്ളറ്റ് പോലും പിന്നെ കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പം നീ പറഞ്ഞു വരുന്നത് പുള്ളിയുടെ സ്റ്റീൽ കഴുത്താന്നാണ്. ചാർലി കേക്കിന്റെ അസാസിനേഷൻ നടന്നിട്ട് ഇപ്പം എത്ര മാസമായി? ഒരു വർഷമാവും. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു വർഷം. സെപ്റ്റംബറാണ്, ഓൾമോസ്റ്റ് ഒരു വർഷം ആവാറാവുന്നു. സെപ്റ്റംബർ 10 പുള്ളിയുടെ അസാസിനേഷൻ നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത്രയും ഇതായിട്ടും ഒരു എന്താ പറയുന്നത്, വലിയ ലീഡോ സംഭവമൊന്നുമില്ല. ഒരു പയ്യൻ 48 മണിക്കൂറിൽ റിസൾട്ട് വന്നു. ഒരു പയ്യൻ പുള്ളി കുറച്ച് ദിവസമായിട്ട് പ്ലാൻ ചെയ്തിട്ട് വെടിവെച്ച് കൊന്നു, തീർന്നു. അവിടെ തീർന്നു, ചാപ്റ്റർ ക്ലോസ്ഡ്. അപ്പോൾ ഈ ഒരു പയ്യൻ ഇത്രയും സീക്രട്ട് സർവീസ് ഇത്രയും എല്ലാത്തിൻ്റെയും ഡ്രോണുകളുടെ എല്ലാം കണ്ണു വെട്ടിച്ച് അവൻ എങ്ങനെ ഒരു ഷോട്ടിൽ പുള്ളിനെ തീർത്തുന്നുള്ളതിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. അത് പുള്ളി ഭയങ്കര സ്മാർട്ടായിരുന്നു. പക്ഷേ പുള്ളി ഇതുവരായിട്ട് റൈഫിലും സംഭവമൊന്നും ഉപയോഗിച്ചില്ല. ജസ്റ്റ് പുള്ളിക്ക് ഉപയോഗിക്കാൻ പുള്ളി ട്രെയിൻഡ് അല്ല. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേനും സാധാരണ ആൾ ചോദിക്കും ഇതെന്താണ് നടക്കുന്ന സംഭവങ്ങൾ, ചോദ്യം ചോദിക്കുന്നു. തൊട്ടടുത്ത ഹോസ്റ്റലിൽ അവിടുത്തെ സ്കൂളിന് ഫ്രണ്ടിൽ JCB വന്നിട്ട് ഫുള്ള് എടുത്ത് മാറ്റുന്നു. അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നു. അവിടെ ഇപ്പോൾ വേറെ എന്തോ പണിത് വെച്ചേക്കുക പുള്ളി മരിച്ച സ്ഥലത്ത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴത്തേനും ആവറേജ് ആളുകൾക്ക് എന്താണ് കാര്യം, ഏത് ക്രൈം സീനാണല്ലോ അത് ലോക്കലിൽ നമ്മുടെ വീടിനടുത്തൊരു ക്രൈം സീൻ നടന്നാൽ അവിടെ ഫുൾ അടച്ചിട്ട് മാസങ്ങളോളം അവിടെ ചുമ്മാ ഇട്ടേക്കും. ഇത് ഇത്രയും ഇൻ്റർനാഷണൽ ആൾ, ഇത്രയും ആൾക്കാർ ഇൻഫ്ലുവൻസ് ഉള്ള ആൾ, ഇത്രയും പുള്ളി പ്രസിഡന്റ് ആവാൻ കാരണം പുള്ളിയാണെന്ന് പറയപ്പെടുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും തൊട്ടടുത്ത് ആ ആഴ്ച തന്നെ അവിടെ കൺസ്ട്രക്ഷൻ നടന്നു, JCB വന്നു, സാധനം പൊളി. ആഴ്ച 24 മണിക്കൂറിനുള്ളിൽ അവിടെ മൊത്തം പൊളിച്ചിട്ട് അതിന് മുകളിൽ സിമെന്റ് ഒക്കെ ഇട്ട് മൊത്തം കവറപ്പ് എന്ന് പറയാം, ലിറ്ററലി കവറപ്പ് എന്ന് പറയാം. അതിന്റെ വീഡിയോസ് ഉണ്ട്. എനിക്കൊന്ന് ഫുള്ള് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി കോൺക്രീറ്റ് ഇട്ട് മൊത്തം മാറ്റി. അവിടെ നിന്ന് ഒരു സാമ്പിൾ എടുക്കാനൊന്നും പറ്റാത്ത അവസ്ഥയായി. ഫണ്ണി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവനാണ് അവന്റെ ശരീരത്തിൽ ഫുള്ള് ഇതിന്റെ പാർട്സ് വെച്ചിട്ട് ബിൽഡിങ്ങിനെ മണ്ടേ വലിഞ്ഞു കയറി ഇതെല്ലാം അസംബിൾ ചെയ്തിട്ട് അതെല്ലാം അസംബിൾ ചെയ്തത് ഊരി കളഞ്ഞിട്ട് ഇറങ്ങി ഓടിയത് ആ ബിൽഡിങ്ങിൽ നിന്ന് ചാടുന്ന വഴിക്ക്. ഒരു തോക്ക് കൊണ്ട് ഒരു പരിചയമില്ലാത്ത തരത്തിന് അത് സ്ക്രൂ ഡ്രൈവറും കൊണ്ട് വെടിവെച്ച് കഴിഞ്ഞിട്ട് സ്ക്രൂ ഡ്രൈവറും കൊണ്ട് ഡിസംബിൾ ചെയ്തു. എന്നിട്ട് ആ സ്ക്രൂ ഡ്രൈവർ അവിടെ ഇട്ടിട്ട് പോയി, വെടിവെച്ചെടുത്ത് സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് പോയി. അത് ആ ക്രൈം സീനിൽ നിന്ന് കിട്ടിയ സാധനം. അവനതല്ല ബിൽഡിങ്ങിനെ മണ്ടേന്ന് ചാടിയോടെ ഇറങ്ങാൻ ഇടയ്ക്ക് അന്നേരം പറയുന്നത് പറഞ്ഞാൽ ഡിസംബിൾ ചെയ്തിട്ട് പാൻറ്റിനകത്ത് വെച്ചോണ്ട് ചാടി ഇറങ്ങി. എന്നിട്ട് കാട്ടിക്കൊണ്ടുപോയി അത് തിരിച്ച് ഫിക്സ് ചെയ്ത് അസംബിൾ ചെയ്തിട്ട് കാട്ടിയിട്ടിട്ട് പോയി. സ്ക്രൂ ഡ്രൈവറിലോട്ടോ, സ്ക്രൂ ഡ്രൈവർ അവിടെ കിടക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു 2 സ്ക്രൂ ഡ്രൈവർ ഉണ്ടായിരുന്നിരിക്കാൻ കയ്യിൽ. അല്ല, അത് പിന്നെ ഇവര് പറഞ്ഞൊരു സോൾഡ് എവിഡൻസ് പറഞ്ഞ പുള്ളിക്കാരൻ ഗേ എന്തുവായിരുന്നു, അതിപ്പോ എന്തായാലും ഉണ്ടാവല്ലോ. ടെക്സ്റ്റ് ചെയ്തതിന്റെ കുറെ ഇത് കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എനിക്കൊന്ന് ആ ട്രാൻസ്ക്രിപ്റ്റ് വായിക്കാൻ കിട്ടും. അത് അതിപരം തമാശ വേറൊന്നുമില്ല. അങ്ങനെ ഈ ജനറേഷനിൽ 21 വയസ്സുള്ള ഒരു പയ്യൻ മെസ്സേജ് അത് വായിച്ചു കഴിഞ്ഞാൽ 1990 ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും തമ്മിൽ ചാറ്റ് ചെയ്യുന്ന ഒരു മെസ്സേജ് പോലെ ഉണ്ട്. അത് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അത് ഭയങ്കര ഇലാബറേറ്റ് ആയിട്ട് എനിക്ക് കൊല്ലണം. അതെ, ഞാൻ കുറെ കാലമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നതാണ്, പക്ഷെ എനിക്ക് ഇന്നത് ചെയ്യണം അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിട്ടൊക്കെ. ഇതാണ് സോളിഡ് എവിഡൻസ്. ഇത് ഒരു 60 വയസ്സുള്ള ആൾ വരെ കാറിന് വിളിക്കത്തുള്ളൂ, അതിൽ വെഹിക്കിൾ എന്ന് പറയുന്നത്. അതൊക്കെയാണ് ആൾക്കാർ ട്രോളുന്നത്. വെഹിക്കിൾ എന്നൊക്കെ പറയുന്നത് വെച്ചാൽ പോലീസുകാരാണ് വെഹിക്കിൾ എന്ന് പറയുന്നത്, ക്രൈം സീൻ എന്നുള്ള വേർഡുകൾ ഉപയോഗിക്കുന്നത്. ഇത് ജെൻസി എന്ന് വെച്ചാൽ എന്നെക്കാട്ടും പ്രായം കുറഞ്ഞിടത്തുള്ളതെന്ന് വെച്ചാൽ വെഹിക്കിൾ വന്നിട്ട് ഞാൻ വെഹിക്കിളിൽ നിന്ന് ഇറങ്ങി എന്നൊക്കെ ആരിലൊക്കെ പറയും, ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുന്നു. അതുപോലെ അവന്റെ അപ്പൻ അവൻ കൊന്നു എന്നുള്ള ഒരു സപ്പോർട്ട് പോലെയാ പറയണേ. ഓക്കെ, അവനത് ചെയ്തിട്ടുണ്ടാവണം, അവനിങ്ങനെ ഒരു ഹേറ്റ് പോലെ കുറെ കാലത്ത് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ സമയത്ത് അവനെ പിടിച്ച കാലത്ത് അപ്പനെ കൊണ്ട് പോലീസിൽ പിടിച്ചു കൊടുത്തത്. അപ്പം നല്ലതുപോലെ നല്ലതുപോലെ എന്തോ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇറക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീസെന്റ് ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു ടൈലർ റോബിൻസന്റെ, എനിക്കൊന്ന് ഒരു മാസം മുന്നേ എന്തോ ആയിരുന്നു. ഈ ആഴ്ച നടന്നോണ്ടിരിക്കും, ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ അവന്റെ മുഖത്തൊരു എക്സ്പ്രഷൻ കണ്ടിട്ടില്ല എന്നുള്ള അന്ന് പിടിച്ചത് തൊട്ട്. പക്ഷെ ഈ അതില് ഇവൻ ആ എറിക്കൊക്കെ നോക്കി ചിരിക്കുന്ന ഒരു ഇതുണ്ട്. അത് ആൾക്കാരെല്ലാം എടുത്ത് പറയുന്നുണ്ട്. അതെന്താണ് അങ്ങനെ ഇത്ര നാളും തേങ്ങ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എറിക്ക ആ സമയത്തൊക്കെ ഞാൻ ചാർലി ചെയ്തിട്ടിട്ട് പോയത് ഞാൻ കണ്ടിന്യൂ ചെയ്യും, അത് അവിടെ എത്തിക്കും ഇവിടെ എത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ എടുത്ത് നോക്കണം. പണ്ടത്തെ ചാർലിയുടെ കുറേ വീഡിയോ റീ അപ്ലോഡ് ചെയ്യുന്നതല്ലാതെ പുള്ളിക്കാർ തേങ്ങയും ചെയ്യുന്നില്ല. ഇത് പക്ഷേ ചെയ്യാതിനായിരുന്നു പുള്ളിക്കാരി അത്രയും ബാക്ക്ലോഗും വരുന്നുണ്ട്, അത്രയും ബാക്ക്ലാഷ് വരുന്നുണ്ട്. കാര്യം പുള്ളിക്കാരി ആയി കഴിഞ്ഞപ്പോഴത്തേനും ലെഫ്റ്റ് റൈറ്റ് സെന്റർ എല്ലായിടത്തും പുള്ളിക്കാണ് ഉണ്ട്. അതെന്തായാലും ഉണ്ടാവുമല്ലോ, അത് ഉറപ്പായിട്ടും വരും. പക്ഷേ അങ്ങനെ അത്രയും ഇതില്ലെങ്കിൽ പിന്നെ എന്തിനാ മണ്ട കയറിയിരിക്കുന്നത്? അതൊന്നും ഫേസ് ചെയ്യാനുള്ളതൊന്നും. പിന്നെ വേറെ ചോദ്യം വെച്ചാൽ അതിന് പകരം ആര്? പിള്ളേരൊക്കെ എത്ര പേർ ഇറങ്ങുന്നുണ്ടെന്ന് അറിയോ? സ്കൂളിൽ സെയിം സംഭവം, സ്കൂളിൽ പോയി ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അല്ലെങ്കിൽ തന്നെ അവരുടെ തന്നെ ക്യാമ്പയിൻ വന്ന് ഡിബേറ്റ് ചെയ്യാനായിട്ട് ഒന്നൊന്നും അല്ല കുറെ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട് ഓരോ സ്കൂളുകളിൽ പോയി. അവരൊക്കെ ഇൻഡിപെൻഡന്റ് ചെയ്യുന്നുണ്ട്. പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർലിക്ക് പകരം ചാർലിന് പുറം ആളെ കിട്ടണമല്ലോ. അത് ഇറക്കുകയാണെന്നാണ് പറയുന്നത്. ഇറക്കല്ല, എനിക്ക് തോന്നുന്നില്ല ഇറക്കുകയാണെങ്കിൽ അത് പണ്ടേ മാനേജ് ചെയ്യുന്നത്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പുള്ളിക്ക് പകരം റിപ്ലേസ്മെന്റ് ഇല്ല, അതാണ് വേറെ. ഇല്ല, അങ്ങനെ ആളില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് എല്ലാരും പറഞ്ഞിട്ടിരുന്ന ബെൻ ഷപ്പീരോനെ പിടിച്ച. അയ്യോ, ബെൻ ഷപ്പീരോ വേറെ, ബെൻ ഷപ്പീരോ ഇവരുടെ മുകളിലുള്ള ആണല്ലോ. പക്ഷെ അതാ പറഞ്ഞത്, ബെൻ ഷപ്പീറോ ആയിരിക്കും ഇത് മാനേജ് ചെയ്യാൻ പോകുന്നതാണ് പറഞ്ഞത് ചാർലി മരിച്ചു കഴിഞ്ഞപ്പോ. പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി എറിക്കലോട്ട്. പക്ഷെ ബെൻ ഷപ്പീരയ്ക്ക് ഓൾറെഡി ഒരു സാധനം ഉണ്ട്, അവർക്ക് വലിയൊരു കമ്പനി ഉണ്ട് പുള്ളിക്ക്. അപ്പൊ ഈ ടേണിംഗ് പോയിന്റ് ഒക്കെ അതിന്റെ അണ്ടറിലായിട്ട് വരുന്നതാ. ഇവരൊക്കെ ഒരു അംബ്രല്ലയുടെ അടിയിലായിട്ട് വരും. എനിക്ക് തോന്നുന്നു ആ സമയത്ത് കുറെ കേട്ടത് പുള്ളിയുടെ പേര് തന്നെയായിരുന്നു, എറീക്ക ഫ്രെയിമിൽ പോലും ഇല്ലായിരുന്നു. പക്ഷെ പിന്നെ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ഇതുവരായിട്ടും പുറത്തു വന്നില്ല? ഇത്ര ഇൻഡിപെൻഡന്റ് ന്യൂസ് മീഡിയയും ഇത്ര ആൾക്കാർ ഇൻഡിപെൻഡന്റ് റിസർച്ച് ചെയ്യുന്നുണ്ട്, ഇതുവരായിട്ട് ഒന്നും വന്നിട്ടില്ല. ഒരിടയ്ക്ക് കാൻഡിസ് ഓവൻസ് നാളെ പൊട്ടിക്കും, സാധനം കിട്ടി, ഞാൻ റിലീസ് ചെയ്യട്ടെ, ഞാൻ എന്തോരം റിലീസ് ചെയ്തേക്കുന്നു, എന്തോരം സാധനങ്ങൾ പുള്ളിക്കാരി ഇട്ടേക്കുന്നു. പുള്ളിക്കാരി ടെക്സ്റ്റ് മെസ്സേജസ് എല്ലാം പുള്ളിയുടെ അവസാനം മരിക്കുന്നതിന് മുമ്പുള്ള എല്ലാ ടെക്സ്റ്റും എല്ലാം പുള്ളിക്കാരി വിടുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരി ഇത് എന്താ, പുള്ളിക്കാരി പോലീസല്ല, പുള്ളിക്കാരിയാണെങ്കിൽ നമ്മൾ കാണുന്ന സാധനങ്ങൾ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് തരുന്നേ ഉള്ളൂ, അല്ലാതെ പുള്ളിക്കാരിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മാക്സിമം അവരാണ് ഈ പുള്ളിക്കാരനും ഭാര്യയൊക്കെ കൂടുതൽ ക്യാൻസർ ചെയ്യുന്നത്, ഒന്നും വെറുതെ വിടുന്നില്ല, എല്ലാം ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു ഇത് മറ്റേ ഇറക്കിക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടോ ഇല്ല, TP യൂണിവേഴ്സിറ്റി അറിഞ്ഞോ ഇല്ലയോ, ഇതൊന്നുകൂടി പുള്ളിക്കാരിക്ക് പറയാൻ വരുന്നില്ല. അതാണ് എന്റെ അത് പുള്ളിക്കാരിക്ക് എല്ലാവരും പുള്ളിക്കാരിയെ പ്രാന്തിന്ന് വിളിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരിക്ക് എതിരെ നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാ? ഇത് അറിയരുന്ന് പറഞ്ഞ് ഇത് ഒരു മർഡർ ആണെങ്കിൽ ഇത് പുറത്ത് അറിയരുന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണ് പുള്ളിക്കാരിക്ക്. ഇപ്പൊ നമ്മുടെ ആൻഡ്രൂ ടേണിന്റെ കാര്യം പറഞ്ഞല്ലേ, പുള്ളിക്ക് എന്തുകൊണ്ടാ ഒരു റേപ്പിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് വരുന്നത് എന്തുകൊണ്ട്? അതാണ് പുറത്തോട്ട് വരുന്നത്. ഇപ്പൊ ഞാൻ പുള്ളിക്കാരെ കുറിച്ച് കാണുന്നത് പറയുമ്പോൾ പുള്ളിക്കാരി ഒരു പ്രാന്തിയാണ്, മെന്റലി സ്റ്റേബിൾ അല്ല, അതൊക്കെ ഇവരെ പറയുള്ളൂ. പക്ഷെ ആൻഡ്രോനൊക്കെ ഓൾറെഡി പബ്ലിക്കലി ഒരു സപ്പോർട്ട് ഉണ്ട്. ഐ മീൻ ഈ ഗവൺമെന്റ് ഫ്രെയിം ചെയ്യുന്നത് കാണിച്ച ഉടനെ തന്നെ അവർക്ക് ബാക്ക്ലാഷ് വരുന്നുണ്ട്. ആൻഡ്രോ ഇങ്ങനെയൊന്നും അല്ല എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഈ പുള്ളിക്കാരുടെ സംഘം പുള്ളിക്കാരി ഒരു പിയേഴ്സ് മോർഗന്റെ ഡിബേറ്റ് സംസാരിക്കുന്ന ഞങ്ങളുടെ ഇന്റർവ്യൂ, അതിനകത്ത് പുള്ളിക്കാരുടെ പിയേഴ്സ് ചോദിക്കും ഇന്ന ആളാണോ ചെയ്തത്, അതെനിക്കറിയത്തില്ല, എനിക്ക് ഉറപ്പില്ല. അപ്പൊ ആരാ ചെയ്തത് അതെനിക്ക് അറിയത്തില്ല. അത് പുള്ളിക്കാരിയാണെങ്കിൽ ഇവര് എന്തായാലും FBI-യും പോലീസും ഇതിനെപ്പറ്റി പറയുന്നത് ഒട്ടും ശരിയല്ല, അവർ കള്ളത്തിലാണ് പറയുന്നത് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇതിനെപ്പറ്റി അന്വേഷിക്കേണ്ടത് ആരാ? FBI ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നത്. FBI ഇത് ഓൾറെഡി ക്ലോസ് ചെയ്തു. ഇത് ഫുൾ സീൽഡാണ്. അതൊരിക്കലും നടക്കാത്ത കാര്യം കേട്ടോ. ഒരു വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ അത് FBI പബ്ലിക്കിന് ഓപ്പൺ ആയിരിക്കും. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഫുൾ സീൽഡാണ്. ഈവൻ എനിക്ക് തോന്നുന്നു ഈയിടെ ഏതോ ഒരു സെനറ്റർ എന്നാണ്ട് രാജിവെച്ചു. പുള്ളിയപ്പോൾ ഇത് പുറത്തുനിന്ന് പറഞ്ഞു ലൈക്ക് ആർക്കും ഇതിൽ തൊടാൻ പറ്റത്തില്ല. ഇവൻ പോലീസുകാരുടെ നിന്ന് FBI ഇത് എടുത്തുകൊണ്ട് പോയി. ഇതിൻ്റെ ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ മെറ്റീരിയൽ എന്തൊക്കെ എവിഡൻസ് ഉണ്ടായിരുന്നോ ഇതെല്ലാം FBI കൊണ്ടുപോയി. ആർക്കും അത് കാണാനോ നോക്കാനോ ഒന്നും പറ്റത്തില്ല. FBI പറയുന്നത് ഞങ്ങളിത് തെളിയിച്ചു, പക്ഷേ എവിഡൻസ് ഒന്നുമില്ല. ഒരു ബ്ലറി ഒരു വീഡിയോ മാത്രമുണ്ട്. ഏതൊരുത്തനാണെങ്കിൽ ഏതൊരു റൂഫിൻ്റെ മുകളിൽ നിന്ന് വെടിവെച്ചിട്ട് പോകുന്നൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ആ വീഡിയോയിൽ അവൻ കിടന്ന് വെടിവെക്കുന്നൊരു വെടിവെക്കുന്നത് കാണാൻ പറ്റില്ല, പക്ഷേ അവിടെ കിടക്കുന്നു എന്നിട്ട് എണ്ണിച്ചു പോകുന്നു. സാധാരണ ഇത്രയും വലിയൊരു റൈഫിൾ വെടിവെച്ച് കഴിഞ്ഞാൽ ഒരു കിക്ക് ബാക്ക് ഉണ്ടാവണ്ടേ. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒന്നുമില്ല, കുറെ നേരം അനങ്ങാതെ കിടക്കുന്നു. ആൾക്കാരെല്ലാം വിളിച്ച് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതൊരുത്ത മുകളിൽ നിൽക്കുന്നത് പറഞ്ഞുകൊണ്ട്. പിന്നെ പുള്ളിയുടെ വെടി കൊള്ളുമ്പോൾ ഉള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഒന്നും പോകുന്നില്ല. ഈ ഷർട്ടാണെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കുക, ഇതാവുക, അകത്തുനിന്ന് എന്തോ ഒരു സാധനം എക്സ്പ്ലോഡ് ചെയ്തതാണ്, അത് 100% ഉറപ്പാണ്. പിന്നെ പുള്ളിയുടെ ചുറ്റുമുണ്ടായിരുന്ന സെക്യൂരിറ്റി ഡീറ്റെയിൽ അവരാണെങ്കിൽ ആദ്യം പുള്ളിയെ രക്ഷിക്കാൻ നോക്കുന്നതിന് പകരം ഒരുത്തനാണെങ്കിൽ ആദ്യം പോയി അവിടുത്തെ ക്യാമറ അഴിച്ച് മാറ്റുന്നു, ഒരുത്തനാണെങ്കിൽ പുള്ളിയുടെ നെഞ്ചത്തുനിന്ന് മൈക്കെടുത്ത് മാറ്റുന്നു. ഇതൊക്കെ പുള്ളിയുടെ സെക്യൂരിറ്റിക്കാർ ചെയ്യുന്നത്. ആദ്യം പുള്ളി വെടികൊണ്ട് വീഴുമ്പോൾ ആദ്യം പുള്ളിയെ രക്ഷിക്കാനോ ഒന്നും നോക്കുന്നില്ല. ഒരുത്തനാണെങ്കിൽ ആദ്യം പോയി ക്യാമറ മാറ്റുന്നു, ഒരുത്തൻ പുള്ളിയുടെ മൈക്ക് എടുത്ത് പോക്കറ്റ് വെക്കുന്നു, ഒരുത്തൻ വേറെ എന്തോ ഒരു സാധനം എടുത്തിട്ട് ഒരു സൈഡിൽ നിൽക്കുന്നവൻ്റെ കൊണ്ട് കൊടുക്കുന്നു. അവരതുകൊണ്ട് വേറെ വഴിക്ക് പോകുന്നു. പുള്ളിക്ക് വെടി കിട്ടിയ തൊട്ട് പുറകെ ഒരു സെക്യൂരിറ്റി ഓടിച്ചെല്ലുന്നുണ്ട് പുള്ളിയുടെ അടുത്തോട്ട്. അവനെ ടേബിളിന്റെ മണ്ടക്കൂടെ ചാടിയോ, അവനാ ചാടുന്ന വഴിക്ക് ഒരു സാധനം ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങുന്ന ടേബിളിൽ നിന്ന്. അത് നമുക്ക് ഭയങ്കരമായിട്ട് എവിടെയായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് പുള്ളി ഈ പുള്ളിയുടെ അടുത്ത് പോകാണ്ട് അവിടെ കൂടെ ഓടി വന്ന ഒരു സെക്യൂരിറ്റിയുടെ കയ്യിലോട്ട് എന്തോ കൊടുത്തിട്ട് മറ്റേ സൈഡിൽ കൂടെ പോകുന്നു. വേറൊരുത്തർ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്നിട്ടത് ആ ടേബിളിന്റെ തന്നെ സൈഡിൽ കൂടെ വന്നിട്ട് അവന്റെ കുനിയുന്നത് കാണുന്നുണ്ട്. ആ കുനിയുന്നത് പോയിന്റ് ഉണ്ട്, പക്ഷെ ടേബിൾ അടിയിലായതുകൊണ്ട് അത് കാണാൻ പറ്റുന്നില്ല. പിന്നെ വേറെ കുറെ പേര് പറയുന്നുണ്ട് വെടി പൊട്ടുന്നതിന് ഒരു ഇച്ചിരി മുന്നേ ആ സൈഡിൽ നിന്ന് ഒരു പുള്ളി തൊപ്പിയിലൊക്കെ പിടിച്ചിട്ട് അത് ഇവരുടെ കുറച്ച് സൈനാന്ന്. അതുകൊണ്ട് അത് കുറെ കുറച്ച് സൈനാന്ന് പറയുന്നത്. ഈ തൊപ്പിയിൽ ഇങ്ങനെ പിടിക്കുന്നു. പിന്നെ ഒരുത്തൻ കയ്യിൽ ഇങ്ങനെ 2 തവണ ടാപ്പ് ചെയ്യുന്നൊരിതുണ്ട്, അങ്ങനെ കുറെ സൈൻ പോലെ കുറെ കാണിക്കുന്നുണ്ട്. അല്ല അത് ഇവർക്ക് അതൊക്കെ ഉള്ള നമുക്കൊന്നും അറിയാതെ സെക്യൂരിറ്റി ആണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളി പണ്ട് മുതലേ ചാരുടെ സെക്യൂരിറ്റിയാണ്. ഇവർ തമ്മിൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് ആ ഒരു സംഭവം മാത്രം എനിക്ക് അത്ര ഇതില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ സെക്യൂരിറ്റി ആണെങ്കിൽ വേറെ സെക്യൂരിറ്റിക്ക് അവർ ഇങ്ങനെയാണ് കമാൻഡ്സ് കൊടുക്കുന്നത്, ഓക്കെയാണ്, സേഫ് ആണോ, ഓക്കെ ആണോ, അത് നോക്കിയോ, അത് അവർ പറയത്തില്ല. തൊപ്പി പിടിക്കുന്നത് എന്താ അങ്ങനെ എന്തോ ഒരു സാധനം വെടിവെക്കാനാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. സിഗ്നൽ കൊടുക്കുന്നത് അതിപ്പോൾ നമുക്കറിയാം അവരുടെ സിഗ്നൽ എന്താ, അവരുടെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ മൂക്കത്തോടായിരിക്കും അവരുടെ സിഗ്നൽ, നമുക്കറിയാൻ പറ്റുമോ? അത് പുറത്തറിയത്തില്ല. അവർ പുറത്തറിഞ്ഞാൽ ഇത് പോയില്ലേ, എന്തോ ഒരു യൂണിവേഴ്സൽ സാധനം, അങ്ങനെ എന്തോ ഒരു സാധനം, അത് വെടിവെക്കുന്നത്. അതിപ്പോൾ പുറത്ത് പബ്ലിക് ആയി കഴിഞ്ഞാൽ അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാകത്തില്ലേ, അതെന്തായാലും സീക്രട്ട് ഉള്ള എന്തെങ്കിലും. പക്ഷെ ഒരു സിഗ്നൽ ആയിരിക്കും. ചാർലി ഇപ്പോൾ ജീവനോട്
ഉണ്ടായിരുന്നെങ്കിൽ മാറ്റി കുറച്ച് പുള്ളി ഒന്നും നടക്കത്തില്ല. പുള്ളി നടക്കുന്നില്ല. പുള്ളി ഒരു പ്രോ ഇസ്രായേൽ ആയിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരുന്നു. പുള്ളിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്തായിരിക്കും? പുള്ളി ഇപ്പൊ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അതാണ് പുള്ളി മരിക്കുന്നതിന് മുമ്പ് പുള്ളിയുടെ ആ പോയിന്റ് ഓഫ് വ്യൂ മാറി തുടങ്ങിയത് മാറി തുടങ്ങി. പുള്ളി ചോദ്യം ചെയ്യാൻ തുടങ്ങി. പുള്ളി പറയുന്നത് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യണം. ഇപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ കൂടെ നമ്മൾ ചോദ്യം ചെയ്യണം. പുള്ളി പറഞ്ഞാൽ ഞാൻ കോവിഡിൻ്റെ വാക്സിൻ്റെ ഒക്കെ കാര്യം കണ്ടപ്പം ഞാൻ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാണുവാണെങ്കിൽ നമ്മളത് ചോദ്യം ചെയ്യണം. പുള്ളി എന്നിട്ട് ചോദ്യം ചെയ്തതാണ് ഇസ്രായേലിൻ്റെ കാര്യം. October 7 കാര്യം പുള്ളി ചോദ്യം ചെയ്തു. ട്രംപിനെ ചോദ്യം ചെയ്തു. ട്രംപിന്റെ വലിയ സപ്പോർട്ടറായിരുന്നു. ട്രംപ് ഇലക്ട് ആവാൻ തന്നെ നല്ലൊരു കാര്യം ഈ ചാർലിയുടെ സപ്പോർട്ടായിരുന്നു. ഞാൻ പറയുന്നു കണ്ട് ചാർലി അവസാനം ട്രംപിനെ ചോദ്യം ചെയ്യാൻ ട്രംപ് എപ്സ്റ്റീൻ ഫയൽ റിലീസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്താ റിലീസ് ചെയ്യാത്തത്? അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം. ട്രംപിനെതിരെ ചോദിക്കാൻ തുടങ്ങി, ഇസ്രായേലിനെതിരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. പുള്ളി മരിക്കുന്നതിന് തലേ ദിവസം ബെൻ ഷപ്പീറുമായിട്ട് ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്. അതിനകത്ത് ഇസ്രായേലിനെ ചോദ്യം ചെയ്തിരുന്നുണ്ട്. ലൈക്ക് October 7 ഇത് പുള്ളി അവർക്ക് സ്റ്റാൻഡ് ഡൗൺ ഓർഡർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പുള്ളി കേട്ടത്. ഇസ്രായേലിനെ നമുക്ക് കണ്ടടിച്ച് വിശ്വസിക്കാവോ? ഇസ്രായേൽ എന്തുമാത്രമാണ് നമ്മളോട് സത്യസന്ധത ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കണം. പുള്ളി ഇത്രയും കാലം ഇസ്രായേലിന്റെ നമ്പർ 1 സപ്പോർട്ടറായിരുന്നു. യുഎസിലെ ലൈക്ക് ആ ഒരു ഡെമോഗ്രാഫിയിലുള്ള ആൾക്കാരെയൊക്കെ എന്താ ആ റിപ്പബ്ലിക്കൻ പാർട്ടി, ഇസ്രായേൽ ഇവരിലൊക്കെ കൊണ്ടുവരാനുള്ള നമ്പർ 1 ഒരാളായിരുന്നു ചാർലി കിർക്ക്. അവസാനം പുള്ളിയാണെങ്കിൽ ഇവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. കാരണം പുള്ളി എന്ന് പറഞ്ഞാൽ അതെന്തായാലും നല്ലൊരു കാര്യം കേട്ടോ. നമുക്ക് നല്ലതല്ലാത്തൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ചോദ്യം ചെയ്യണം. അതെന്തായാലും പുള്ളി ചെയ്തു. പുള്ളിക്ക് ഒരാഴ്ചക്കുള്ളിൽ സാധനം കിട്ടി. പുള്ളി മരിച്ചു കഴിഞ്ഞ് നമ്മുടെ BB ഒരു വീഡിയോ ഇറക്കിയായിരുന്നു. മരിച്ചു കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചാർലി ഇതിന് 2 ദിവസം മുന്നേ ഫോൺ വിളിച്ചോളൂ, ഇസ്രായേലിലോട്ട് വരാൻ പറഞ്ഞതോളൂ. ഇത്രയും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക അവിടെ, വലിയ വാർ. അതുകൊണ്ട് അങ്ങനെ സാധനമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ പുള്ളി ചാർലി വിളിച്ചു പറയാം, മോനെ നീ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇറങ്ങി ഇസ്രായേലിലേക്ക് 2 ദിവസത്തേക്ക്. അതും പുള്ളി പറഞ്ഞായിരുന്നു. ചാർലി പറഞ്ഞായിരുന്നു ഇസ്രായേലിലാണെങ്കിൽ വൻ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക, നെതന്യാഹുവിനെ അവിടുന്ന് മാറ്റാൻ പുറത്താക്കാൻ വേണ്ടിയിട്ട് വൻ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ അതൊന്നും ആരും പുറത്ത് പറയുന്നില്ല. അല്ല, പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഇസ്രായേലിന്റെ പോകുന്നെങ്കിൽ അവർക്കുള്ള ഇന്റർനാഷണൽ സപ്പോർട്ട് പോകും. നെതന്യാഹുവിനെ പിടിച്ച് എല്ലാവരും പുറത്താക്കും. ഇതാണ് പുള്ളി എനിക്ക് തോന്നുന്ന PVDയുടെ പോഡ്കാസ്റ്റിൽ പറഞ്ഞു. പിന്നെ ഗാസേനെ എത്തിനി ക്ലെൻസ് ചെയ്യാനുള്ള പിന്നെ ആ സ്റ്റാൻഡ് ഡൗൺ ഓർഡർ കൊടുത്തായിരുന്നു. അത് ഉള്ളതാണോ? കാരണം അവിടുന്ന് ഇവിടം വരെ എത്താൻ ആകെ 45 മിനിറ്റ് മതി. എന്നിട്ട് 6 മണിക്കൂർ ആർമി എല്ലാവരും സ്റ്റാൻഡ് ഡൗൺ കഴിഞ്ഞിട്ട് ആർമി പിന്നെ വന്നതും 6 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ആൾക്കാർ എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത്. എല്ലാം കഴിഞ്ഞ് അത് പിന്നെ ഒരു ഇസ്രായേലി സോൾജർ തന്നെ പറഞ്ഞു, ലൈക്ക് മോഡിയിൽ നിന്ന് ഓർഡർ ഉണ്ടായിരുന്നു, ഇത് തുടങ്ങി കഴിഞ്ഞാലും പോരുത്, സ്റ്റാൻഡ് ഡൗൺ ഓർഡർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷെ അത് പിന്നെ വേറെ ഈ ബെൻ ഷപ്പീറോയുടെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കിർക്ക് മരിച്ചു കഴിഞ്ഞിട്ട് പുള്ളിയെ കൊണ്ടുപോയ വണ്ടിയില്ലേ, ആ വണ്ടിക്കകത്ത് ഇവരുടെ സെക്യൂരിറ്റി, കിർക്കിന്റെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ആ സെക്യൂരിറ്റിയും ബെൻ ഷപ്പീറോയുടെ സെക്യൂരിറ്റിയും ഫോണിലായിരുന്നു. ലൈക്ക് ലൈവായിട്ട് അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട് ബെൻ ഷപ്പീറോയ്ക്ക്, ഇവിടെ എന്തൊക്കെ വണ്ടിക്ക് എന്തൊക്കെ നടക്കുന്നതെന്ന്. ബെൻ ഷപ്പീറോയുടെ സെക്യൂരിറ്റി ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഫുൾ IDF ഇസ്രായേലി സോൾജേഴ്സ് ആണ് ബെൻ ഷപ്പീറോയുടെ സെക്യൂരിറ്റി. അവരാണെങ്കിൽ ഷപ്പീറോയ്ക്ക് എന്തിനാ അപ്ഡേറ്റ്സ് കൊടുക്കുന്നത്? പുള്ളിയാരാ? ഷപ്പീറോയ്ക്ക് അപ്ഡേറ്റ്സ് കൊടുത്തു വിട്. മറ്റേ എറിക്ക വന്നിട്ട് ആദ്യം പറയുന്നുണ്ട്, വെടി കിട്ടിയപ്പോൾ തന്നെ പുള്ളിക്കാരെ ഫോണിൽ എന്തോ വിളിച്ചു, മറ്റേ അടുത്ത വിളിച്ചത് മറ്റേ മക്കോയ് എന്ന് പറഞ്ഞ അവരുടെ എന്തോ ഡയറക്ടറാ, അവിടുത്തെ ഡയറക്ടറാ പുള്ളിക്കാരി പറഞ്ഞു. പക്ഷേ ഇവൻ പറയുന്നുണ്ട് ഇവൻ പുള്ളിക്കാരി അല്ല വിളിച്ചത്, എന്താ ആംബുലൻസാണ് വിളിച്ചത്, അത് പോലീസിനെ വിളിച്ചത്. അത് ആ വീഡിയോക്കകത്തുണ്ട്. പുള്ളിയാണെങ്കിൽ വെടി പൊട്ടുന്ന ആ ഒരു സെക്കൻഡിൽ പുള്ളി ഇങ്ങനെ ഫോൺ എടുത്ത് വെച്ചോണ്ട് നേരെ തിരിഞ്ഞ് നടന്ന് വണ്ടിക്കകത്തോട്ട് പോവാം. പക്ഷെ പിന്നെ പുള്ളി പറയുന്നത് പറഞ്ഞാൽ പുള്ളിയാണെങ്കിൽ ചാർലി കിർക്കിന് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിയുടെ ദേഹത്ത് ചോരയില്ല. പുള്ളിയാണെങ്കിൽ ആ ഏരിയയിലോട്ടേ പോയിട്ടില്ല. പുള്ളി എടുത്തുകൊണ്ട് പോകുന്നുണ്ടല്ലോ, എടുത്തുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ ഉണ്ട്. കഴുത്തെ വെടി കിട്ടിയ ഒരാളുടെ ചോര നിൽക്കത്തില്ല, ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ആ റോട്ടിലൊന്നും ഒരിട്ട് ചോര വെള്ളമില്ല, പുള്ളിയുടെ തുണിയിലൊന്നും അധികം ചോരയില്ല. ലൈക്ക് ഒരു വെടി ഈ വലുപ്പമുണ്ട് വെച്ച ഉണ്ടയ്ക്ക്. അതുകൊണ്ടിട്ട് അധികം ചോരയില്ല. ക്രൈം സീനിലാണല്ലോ അധികം ചോരയുടെ എക്സ്പ്ലോഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. ഇതെല്ലാം പറയുന്നത് ആ സമയത്ത് ചാർലി നെതന്യാഹുവിന് ഒരു ലെറ്റർ അയച്ചു എന്നുള്ള രീതി പറയുന്നുണ്ട്. തിരിച്ചല്ലേ നെതന്യാഹു ഇങ്ങോട്ട് തിരിച്ചല്ലേ ചാർലി നെതന്യാഹുവിന് ലെറ്റർ അയച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് പറയുമ്പോൾ ഗൂഗിളിൽ നോക്കിയിട്ട് കൂടി അങ്ങനത്തെ ഒരു സാധനം ഇല്ല, ടേക്ക് ഡൗൺ ചെയ്തതുപോലെ ഫുള്ള് അത് ഇല്ല. ഇത് എടുക്കുമ്പോഴത്തേക്കും പണ്ടായിട്ടൊരു വീഡിയോ മാത്രം കിടപ്പുണ്ട്, അതല്ലാതെ ആ ലെറ്റർ ഒന്നും കിടപ്പില്ല. പക്ഷേ നെതന്യാഹു തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു, ലൈക്ക് ഇസ്രായേലിൽ കുറച്ചുകൂടെ സപ്പോർട്ട് വേണം, 250 മില്യൺ എന്നാണ്ട് തരാമെന്ന് നെതന്യാഹു ഇങ്ങോട്ട് പറഞ്ഞു. പക്ഷെ പുള്ളി പറഞ്ഞു അല്ല, പ്രോ ഇസ്രായേലോട് സംസാരിച്ച ഇവരുടെ ടേണിംഗ് പോയിന്റിലോട്ട് അല്ലല്ലോ മറ്റേ കാൻഡസ് ഓവൻസിനെ ടക്കർ കാൾസനെ ഒക്കെ എന്തോ എതിരെ പറയണമെന്നോ, കാരണം അവരാണെങ്കിൽ കൂടുതൽ ഇസ്രായേലിനെതിരെ സംസാരിക്കുമായിരുന്നല്ലോ ഈ സമയത്ത്. അപ്പോൾ അവർക്കെതിരെ സംസാരിച്ചാൽ ഇത്ര പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അത് പറ്റത്തില്ല, ലൈക്ക് കാശ് തന്നെ ഇതാക്കാനാണ് ഇസ്രായേലിൻ്റെ പ്ലാനെങ്കിൽ അത് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പുള്ളി സ്റ്റേണായിട്ട് പറഞ്ഞു. എൻ്റെ ഫണ്ടിങ് കട്ട് ചെയ്യുമെങ്കിൽ കട്ട് ചെയ്തോട്ടെ, കുഴപ്പമില്ല, എന്നാലും ഞാനാണെങ്കിൽ എൻ്റെ നിലപാടിൽ നിൽക്കുമെന്ന് പുള്ളി പറഞ്ഞു.
അടുത്ത ദിവസം പിന്നെ പുള്ളി മരിക്കുന്നതിന് 1-2 ദിവസം പാടില്ല പുള്ളി കുറേ പേർക്ക് മെസ്സേജ് ഉണ്ട്, എൻ്റെ ജീവന് ഭീഷണി ഉണ്ട്, എനിക്ക് പേടിയുണ്ടെന്ന് കുറേ പേർക്ക് മെസ്സേജ് ഉണ്ട്. ഞാൻ അല്ലെങ്കിൽ പറഞ്ഞാൽ ഇപ്പോൾ പുള്ളി ജീവനുണ്ടായിരുന്നെങ്കിൽ ഈ കാണിക്കുന്ന എല്ലാ പരിപാടിക്കും പുള്ളിയായിരിക്കും ചോദിക്കാം. പുള്ളി ആദ്യം എതിരെ കാണിക്കുന്നതിനൊക്കെ പുള്ളി പുള്ളിയുടെ അടുത്ത് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള വേറൊരു കാര്യം. അതൊരു പോയിന്റിലേക്ക് എത്തുന്ന ഒരു രീതിയുണ്ട് പുള്ളിക്ക്, പെട്ടെന്ന് തന്നെ തിരിച്ചടിച്ച്. പക്ഷെ അതല്ലാതെ ഉണ്ട്, പെട്ടെന്ന് തിരിച്ചടിച്ച് അല്ലാതെ ഉണ്ട്, പുള്ളിയെ വായടപ്പിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പുള്ളി വായടപ്പിക്കുന്നുണ്ട്. മറ്റേ പുള്ളിയുടെ ഒരു എക്സ് മിലിറ്ററി ആയിട്ടുള്ള ഒരു ഇതുണ്ട്. പുള്ളി ആ മിലിറ്ററിക്കാരൻ വന്നിട്ട് പറയുന്നുണ്ട് ചാർലിക്ക് അറിയാം 9/11 ഇസ്രായേൽ ചെയ്തെന്ന് പറയുന്നുണ്ട്. അത് ഭയങ്കര വൈറലാണ്. പക്ഷെ ഒരു പോയിന്റ് എത്തി കഴിഞ്ഞാൽ പുള്ളിക്ക് ഇയാളുടെ തിരിച്ചു പറയാനൊന്നുമില്ല, സ്റ്റക്കായി പോയി പുള്ളി. ഈവൻ അത് എൻഡിലെത്തുമ്പോഴത്തേക്കും ചാർജ് തിരിച്ച് നീ ഇത് പറയുന്നത് തന്നെ നീ ആന്റിസെമിറ്റിക് ആയതുകൊണ്ടും അല്ല നിനക്ക് ഇസ്രായേലിനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടും കൂടിയാണെന്ന്. ഐ മീൻ അതൊരു ഇത്ര നീളമുള്ള ഒരു വീഡിയോ അത് ഫുള്ളി ഞാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അതായത് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് തന്നെ നീ ആന്റിസെമിറ്റിക് ആയതുകൊണ്ടാണ്. അതിപ്പോ എന്ത് ചോദിച്ചാലും പുള്ളി പറഞ്ഞത് ഞാൻ മിലിറ്ററി സെർവ് ചെയ്തേ, എനിക്കറിയാം. അതാ പറഞ്ഞത് ഞാൻ മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന ആളാണ്. എന്നോട് പറയുന്നതിൽ ഓക്കെ നിങ്ങളിത് പറയുന്നത് ഓക്കെ, പക്ഷേ എനിക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം, അതുകൊണ്ട് ഞാൻ ഇത്രയും ഇതായിട്ടൊന്നും പറഞ്ഞു. ഞാൻ ഇതൊന്നും ഇവിടെ നിന്ന് പറയണമെന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി പറഞ്ഞു. പക്ഷേ ഞാനപ്പോൾ പുള്ളിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഞാൻ ശ്രദ്ധിച്ചേ, പുള്ളിയുടെ മുഖം മാറുന്നുണ്ട്. ആ വീഡിയോയിൽ പുള്ളി ഓരോ പോയിന്റ് ഇങ്ങനെ എണ്ണി പറയുമ്പോഴും ചാർലിയുടെ മുഖം മാറുന്നു. പുള്ളിക്ക് തന്നെ ഡൗട്ട് തുടങ്ങി തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ ഒരു പുള്ളിയുടെ മൈൻഡിൽ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായി കാണും ഓട്ടോമാറ്റിക്കലി. കാരണം റീസണബിൾ ആയിട്ടുള്ള കാര്യം പുള്ളി ചോദിച്ചേക്കുന്നത്. ആ വീഡിയോ യൂട്യൂബിൽ എല്ലായിടത്തും കിട്ടും, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സാധനം അത്. പിന്നെ ഏറ്റവും വലിയ ഉടായ്പാണ് ഇയാളുടെ ഭാര്യ ഇർക്കക്കർക്ക്. മരിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഒരു ദിവസം കൊണ്ട് ഫുൾ സെറ്റപ്പ് ഒരുമാതിരി WWE എൻട്രൻസ് ഒക്കെ പോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ പടക്കമൊക്കെ ആകാശത്തോടുകൂടി പൊട്ടുന്നു, ഫുൾ ലൈറ്റ് ഷോ സെറ്റപ്പിലൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ തിളങ്ങുന്ന ഡ്രസ്സ്, ഗോൾഡൻ കളർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിരുന്നിട്ട് പ്രസംഗിക്കുന്നു. അത് സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് ഒരാഴ്ച, എനിക്ക് 2 ദിവസം ഒന്നും ഉണ്ടായില്ല, അതിന് മുമ്പേ മെമ്മോറിയൽ സർവീസ് ഒന്നും ഉണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ ലൈക്ക് നമ്മളിപ്പോൾ എനിക്കാണെങ്കിൽ പുള്ളിക്കാരിയോ അധികം അറിയത്തില്ലായിരുന്നു ആ ഒരു സമയത്ത്. ഞാനിപ്പോൾ ആദ്യമായിട്ട് ഒരു എക്സ്പോഷർ കിട്ടുന്നത്, ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് എന്തായാലും തോന്നി ഈ പുള്ളിക്കാരി എന്തോ ഉടായ്പുണ്ടെന്ന്. ഇപ്പോൾ പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, പുള്ളിക്കാരിയെ കുറേ കാലമായിട്ട് അറിയുന്ന ആളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കും, ചിലപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ആയിരിക്കും ഗ്രീവ് ചെയ്യുന്നത്, അതുകൊണ്ട് നോർമലാണ്. പക്ഷേ ആദ്യമായിട്ട് ഇത് കാണുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോകും. ദൈവമേ, സ്വന്തം ഭർത്താവ് മരിച്ചു കിടന്നിട്ട് ആ ബോഡി ഒന്ന് തണുത്ത പോലും ഇല്ല, അതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. പുള്ളിക്കാരി മറ്റേ PBDയുടെ പോഡ്കാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞു ടേണിംഗ് പോയിന്റ് USA വേണ്ടതെല്ലാം ചാർലി ഓൾറെഡി ചെയ്തു വെച്ചിട്ടാണ് പോയേക്കുന്നത്. ഇനിയിപ്പോൾ പുള്ളിയുടെ ഡസൺ കണക്കിന് വീഡിയോസ് നമ്മുടെ ഇരിപ്പുണ്ട്, നമുക്ക് അതിലൊന്നും ഒരു പഞ്ഞമില്ല. പിന്നെ എന്താ മെർച്ചൻഡൈസിന്റെ കാര്യമോ എന്തൊക്കെയൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞാൽ ചാർലിക്കർക്ക് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ നേരെ 180 പുള്ളിക്കാരി ചെയ്യുന്നത്. പുള്ളിക്കാരി ആണെങ്കിൽ ഇസ്രായേലിൽ നിന്ന് കാശ് മേടിച്ചു, ഇപ്പൊ പുള്ളിക്കാരിയാണ് അതിന്റെ തലപ്പത്ത് നിൽക്കുന്നത്. അതൊക്കെ പോട്ടെ, ഒരു നിക്കി മിനാജിന്റെ കേസ്. പക്ഷെ ആ ചാർലിക്ക് പുള്ളിക്കാരി വിളിച്ചു വരുത്തി ഇന്റർവ്യൂ. അപ്പോൾ റീസൺ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറക്ക പറയുന്നത് എന്താ നിക്കി മിനാജ് ആൾ പണ്ടത്തെ കൂട്ടൊന്നും അല്ല, ആൾ മാറി. ഐ മീൻ അതൊരു ഹ്യൂമൻ ബീങ്, നമ്മൾ ചാൻസ് കൊടുക്കണമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ പുള്ളിക്കാരി ഇപ്പോഴത്തെ ഈ റീസെൻ്റിലുള്ള പോസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ ആൾ പഴയ ആൾ തന്നെയാണ്. ഇടയ്ക്കൊരു പോസ്റ്റ് ഇട്ടു, ഞാൻ ഇപ്പോൾ പഴയ ഇതൊക്കെ നിർത്തി, ഞാൻ ഐ ഫോളോ ജീസസ്, ഞാൻ ഇങ്ങനത്തെ ക്രിസ്ത്യൻ ആണെന്നൊക്കെ പറഞ്ഞ്. ഇപ്പം റീസെൻ്റ് എടുത്ത് നോക്കിയാൽ ആൾ പഴയത് തന്നെയാണ്, മാറ്റം. പുള്ളിക്കാരി പറഞ്ഞ വേറെ സാധനം എന്ന് പറഞ്ഞാൽ ചാർലി ക്രിസ്ത്യനാണ്, പക്ഷേ പുള്ളി മറ്റേ ശബത്ത് നോക്കുമായിരുന്നു. ശബത്തല്ല, അത് സാറ്റർഡേ, സൺഡേക്ക് പകരം സാറ്റർഡേ. അതൊരു സഭകളുടെ സാറ്റർഡേക്ക് വരും, ഫ്രൈഡേ പുള്ളി ശബത്ത് നോക്കുമായിരുന്നു. സാറ്റർഡേ പുള്ളി ശബത്ത് നോക്കുമായിരുന്നു പറഞ്ഞു. പുള്ളി ഫോണൊന്നും ഉപയോഗിക്കത്തില്ല, ശബത്ത് ശാലോം എന്ന് പറഞ്ഞ നടന്നുകൊണ്ടിരുന്നത്. സാറ്റർഡേ അത് ചില സഭകളുണ്ട് വലിയ ജൂ ആയിരുന്നു, ബാപ്റ്റിസ്റ്റുകൾ. പക്ഷെ പുള്ളി വലിയ ജൂ ആയിരുന്നു പറഞ്ഞത് പുള്ളിക്കാരി പറഞ്ഞത്. പക്ഷെ പുള്ളിക്കാരൻ ഇതുവരെ പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരനാണെങ്കിൽ ക്രിസ്ത്യാനിയാണെന്ന് പുള്ളിക്കാരൻ എപ്പോഴും പറഞ്ഞില്ല. പക്ഷെ പുള്ളിക്കാരി പറയുന്നത് പറഞ്ഞാൽ പുള്ളിക്കാരനാണെങ്കിൽ കുറെ കൂടെ ജൂ ആവാനുള്ള ഇതുണ്ടായിരുന്ന ആളാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പുള്ളിക്കാരിയുടെ അപ്പനാണെങ്കിൽ പഴയ ഇസ്രായേലി ഏജന്റ് ആട്ടോ, അത് ആലോചിക്കണം. ഇസ്രായേലിലെ ഏതോ ഒരു കമ്പനിയിലെ ഹെഡായിരുന്നു പുള്ളിക്കാരൻ, ഇസ്രായേലി അസറ്റ് ആയിരുന്നു പുള്ളിക്കാരൻ. ഒത്തിരി ഡാർക്ക് പാസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരി റൊമേനിയിൽ നിന്ന് പുറത്തു വിട്ടാന്ന് പറയുന്നത്, ചവിട്ടി പുറത്താക്കിയതാ. ചൈൽഡ് അബ്യൂസിന് പുള്ളിക്കാരിക്കെതിരെ കേസ് ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരിനെ തുടങ്ങിയത് ഇടുന്ന ട്രംപിന്റെ പേജന്റിൽ നിന്നാ. ഈവൻ ടേണിംഗ് പോയിന്റ് USA പുള്ളിക്കാരിയെ ജോലിക്ക് പറഞ്ഞു വിടുന്നത് ട്രംപാന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ അവിടെ ചെന്ന് കഴിഞ്ഞ് ചാർലിയെ കണ്ടുമുട്ടിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ സ്കീം. എന്നിട്ട് ഓട്ടോമാറ്റിക്കലി അവര് ഫാമിലിയായി. പിന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട് പുള്ളിക്കാരി വെള്ളം അടിക്കത്തില്ല, ഇതിനു മുമ്പ് ഡേറ്റ് കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരിയുടെ പഴയ പോസ്റ്റിലൊക്കെ വെറും കളത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവും. പുള്ളിക്കാരിയാണെങ്കിൽ ഏതോ ഒരുത്തിനായിട്ട് പുള്ളിക്കാരിയുടെ ഒരു എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ട്, ഒരു പോസ്റ്റ് ഉണ്ട് അവരുടെ, ഏതോ ഒരു പോട്ടറിയിൽ എന്നാണ്ട് ചെയ്യുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അവരുടെ. പുള്ളിക്കാരുടെ എക്സ് ബോയ് ഫ്രണ്ടാണ്. ചാർലി മരിച്ചു കഴിഞ്ഞിട്ട് പുള്ളിക്കാണെങ്കിൽ ടേണിംഗ് പോയിന്റ് USA ഏതോ ഒരു നല്ല പോസ്റ്റ് കിട്ടി പുള്ളിക്കാരുടെ എക്സ് ബോയ് ഫ്രണ്ടിന്. അതൊരു കാര്യം. പിന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ പോലെ വേറൊരു ആരും ഇല്ല, ഞാൻ
അത് പിന്നെ കുറച്ചുകൂടെ കണ്ടത് JD വാൻസിലാണ്. പക്ഷേ അതൊരു ബട്ട് വരും. എൻ്റെ ചാർലിയെ പോലെ ചാർലി മാത്രമേ ഉള്ളൂ ബട്ട്. ആ ഒരു ബട്ടിലാണ് അതിന് മുമ്പത്തെ എല്ലാം. പക്ഷെ ഞാൻ റിസംബ്ലൻസ് കണ്ടത് JD വാൻസിലാണ്. പിന്നെ കുറെ പറഞ്ഞു JD വാൻസ് പുള്ളിക്കാരിയും ബ്രദറും സിസ്റ്ററുമാണ്. അയ്യോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ JD വാൻസ് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എടുക്കാൻ ഇരിക്കുന്നത്. രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ ഒന്നാന്നേ പറയുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞ ചെറിയ സംശയമൊക്കെ ഉണ്ട് കേട്ടോ. അതും അന്നാ മറ്റേ ഇവന്റിൽ വന്നിട്ട് എൻ്റെ ഭർത്താവിനെ കൊന്ന ആളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അത് കൊന്ന ആളോട് ക്ഷമിച്ചു. എന്നിട്ട് കാൻഡിസ് ഓവൻസിനെ ഭീഷണിപ്പെടുത്തി. കാൻഡിസ് ഓവൻസ് ചോദ്യം ചെയ്തല്ലോ. പുള്ളിക്കാരി പറഞ്ഞു നിർത്തിക്കോ, ഇതെനിക്ക് തീരെ പിടിക്കുന്നില്ല. പുള്ളിക്കാരൊന്നും ചെയ്തില്ല, പുള്ളിക്കാരി ചോദ്യം ചെയ്തേ ഉള്ളൂ. എന്താണ് സത്യാവസ്ഥ അറിയാൻ വേണ്ടി പുള്ളിക്കാരി ചോദ്യം ചെയ്യുമ്പോൾ നിർത്തിക്കോ. പക്ഷേ കൊന്ന ആളെ ഞാൻ ക്ഷമിച്ചു, കുഴപ്പമില്ല, നീ വേറെ ആരെങ്കിലും വേണേൽ കൊന്നോ. ആൻഡ് എറിക്കക്ക് 2019 CIA ഒരു ആഡിലും പുള്ളിക്കാരി ഉണ്ടായിരുന്നു. CIA പുറത്തുവിട്ട ഒരു ആഡിൽ ആക്ട്രസ് പുള്ളിക്കാരിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ബ്യൂട്ടി കോൺടെസ്റ്റിലുണ്ടായിരുന്നു ട്രംപിന്റെ. പുള്ളിക്കാരി ഉണ്ട് ഇതിൽ അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ. ചാർലി മരിക്കുന്നവരെ ഒരു പിക്ചറും ടോപ്പായി. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്, ഇപ്പുറത്തുണ്ട്. മെയിൻ ചോദ്യം, ആ കേസിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? കേസ് എങ്ങനെ അപ്ഡേറ്റ് വരാനാ? കാരണം അവരെ അന്വേഷിക്കുന്ന അവർ തന്നെയല്ലേ. ഇപ്പം ഞാൻ ഒരു കുറ്റം ചെയ്തിട്ട് എന്നെ ഞാൻ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുമോ ഞാൻ കുറ്റവാളിയല്ലെന്ന്. സെപ്റ്റംബറിൽ അവസാനത്തെ ഇത് ഫൈനൽ ട്രയൽ എന്നുണ്ട്. ഇപ്പോഴും എൻ്റെ നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ച എന്താണ് ഹിയറിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ തള്ളി പോകുന്നോളം ഇതിനകത്ത് ബാലിസ്റ്റിക്സ് മാച്ച് ആവുന്നില്ല. പുള്ളിയെ കിട്ടിയ ഉണ്ടയും പിന്നെ തോക്കിനുണ്ടയും ഒന്നും മാച്ച് ആവുന്നില്ല. പിന്നെ കുറച്ച് DNA എവിഡൻസസ് ഉണ്ട്. പുള്ളിയുടെ ഒരു എന്തോ ട്രിഗറിൻ്റെ അവിടെ നിന്നാണ് മറ്റേ ടൈലർ റോബിൻസന്റെ ഇത് കിട്ടിയെന്നൊക്കെ, ഫിംഗർ പ്രിന്റ് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇത് ബുള്ളറ്റ് കിട്ടിയില്ലെന്ന്. ബുള്ളറ്റ് ആണെങ്കിൽ ഭസ്മമായി പോയെന്ന്. പുള്ളിയുടെ നെറ്റി കിടിച്ചിട്ട് ബുള്ളറ്റ് ഇല്ലാണ്ടായി പോയിരുന്നു. അത് പുള്ളിയല്ല വൈബ്രേനിയം കൊണ്ട് ഉണ്ടാക്കി നെറ്റിയാണ്. ചെയ്തിട്ട് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വെടി കഴുത്തെ കിട്ടുവാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ആള് ഫുള്ളി ആ ഒരു സാധനം ഫോഴ്സ് ബാക്കിലോട്ട് പോയിട്ട് തെറിച്ചു പോകാൻ വേണ്ട, അല്ലെങ്കിൽ മറിഞ്ഞു വീഴുക വേണ്ട. പക്ഷെ പുള്ളിയുടെ കേസിൽ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷർട്ട് ഇങ്ങനെ എക്സ്പ്ലോഡ് ആവുക ഫ്രണ്ടിലോട്ട്. അത് കഴിഞ്ഞാണ് പുള്ളി ബാക്കിലോട്ട് പോകുന്നത്. ആ വീഡിയോയിൽ കാണാം. അപ്പോൾ ആൾക്കാർ പറയുന്നത് വെടി കൊണ്ടതല്ല, മൈക്കോ കാര്യം എന്തോ അകത്തിരുന്ന് എക്സ്പ്ലോഡ്. അത് ഈ മൈക്ക് എക്സ്പ്ലോഷൻ ആണെങ്കിൽ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം ഇസ്രായേൽ ലെബനോന് ചെയ്തതാ. ഇസ്രായേൽ ആണെങ്കിൽ ഈ ടെക്നോളജി ഉണ്ട് അവർക്ക്. ഈ മൈക്കും ചെറിയ കാര്യങ്ങളൊക്കെ ലെബനോനിലേക്ക് കടത്തി. എന്നിട്ട് അവിടെ റിമോട്ടായിട്ട് അതെല്ലാം ഡെറ്റോനേറ്റ് ചെയ്തു. അവർക്കാണെങ്കിൽ ടെക്നോളജി ഉണ്ട്. ഇപ്പം നമ്മളിലുള്ള മൈക്കും എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ലൈക്ക് ഒരു ബോംബാക്കാനുള്ള ടെക്നോളജി അവരുടെ ഉണ്ട്, ഇസ്രായേലിൻ്റെ ഉണ്ട്. അവർ ചെയ്തിട്ടുമുണ്ട്. എന്തായാലും അകത്തുനിന്ന് ആൾക്കാരാ എന്തായാലും പറഞ്ഞ. പുറത്തുനിന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അത് ഗവൺമെന്റ് മാർക്കറ്റ് ചെയ്തേനെ. എന്തായാലും ടൈലർ റോബിൻസൺ അല്ല. അതാ എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും വലിയ സംശയം തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ അടുത്ത ദിവസം ട്രംപിനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യും. ഈ ചാർലി കിർക്ക് മരിച്ചല്ലേ ഉള്ളൂ, എന്താ പറയുക, പുള്ളി ചാർലി കിർക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷേ നിങ്ങൾ അത് കണ്ടോ എൻ്റെ ബോൾ റൂം, ഞാൻ പണിയാൻ പോകുന്ന ബോൾ റൂം. അതാ ചാർലി കിർക്കിനെ പറ്റി ഒരു അക്ഷരങ്ങൾ മിണ്ടിയില്ല. എനിക്ക് അത് കേട്ടപ്പോൾ ഞാൻ വിളിച്ചു, ട്രംപിനെ ഇത്രയും പുകഴ്ത്തി പറഞ്ഞാൽ ട്രംപിൻ്റെ ഇത്രയും വലിയ സപ്പോർട്ടറായ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ പുള്ളിയാണെങ്കിൽ പുള്ളിയെ പറ്റി ഒരു അക്ഷരം പറയാതെ നേരെ ചോദിച്ചത് എൻ്റെ ബോൾ റൂം കണ്ടോ, അത് അവിടെയാണ് നമ്മുടെ ബോൾ റൂം വരാൻ പോകുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാത്തിനും ഞാൻ ചോദ്യം ചെയ്യാൻ തുടങ്ങി അവിടെ തൊട്ടാ. അവിടെ വരെ എനിക്കെല്ലാം ഓക്കെ ആയിരുന്നു. ഞാനാണെങ്കിൽ ഇവരെല്ലാം വരുന്നു പോകുന്നു, പൊളിറ്റീഷ്യൻസ്, പ്രസിഡൻറ്റ്, അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് അവിടെ തൊട്ടാണ് പിന്നെ ഈ കഥകളൊക്കെ വരാൻ തുടങ്ങി. ഇറക്കിർക്ക് ഇസ്രായേലിൻ്റെ ഇതിലുള്ള ടൈസ് ഇതിനെപ്പറ്റിയെല്ലാം കൂടുതൽ അറിയാൻ തുടങ്ങിയത് അവിടെ വെച്ചാൽ. എനിക്കൊന്നു ഒരു മെജോറിറ്റി ആൾക്കാർക്ക് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പുള്ളിയുടെ ചാർലിയുടെ ഈ ഡെത്തായിരുന്നു. അതിൽ നിന്നാണ് എല്ലാവരും കുറേ പേര് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അറിയാനും എല്ലാം തുടങ്ങി. അതിൽ വേറൊരു പെർസ്പെക്റ്റീവ് ഉള്ളത് അതുകൊണ്ടാണ് ഇതാണെന്നല്ല. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു നടന്ന സമയത്ത് ന്യൂസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ US ടെമ്പറേച്ചർ ഭയങ്കര ചൂടായിരുന്നു. ആ ഒരു സമയത്ത് ഇപ്പോൾ ഈ പുള്ളിക്കാരി നമ്മളിപ്പോൾ കളിയാക്കുമല്ലോ, പുള്ളിക്കാരി പറഞ്ഞു ഐ ഫോർഗീവ് ഹിം സംഭവങ്ങളൊക്കെ. അത് ആ സമയത്ത് ഭയങ്കര സീനായിരുന്നു ആ സമയം വരെ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ എനിക്കൊന്ന് അവർ സ്റ്റേഡിയം നിറഞ്ഞിരിക്കുമായിരുന്നു. ആൾക്കാർ ഫുള്ള് റോഡ് ഫുള്ള് നിറഞ്ഞിരിക്കുന്നു, അവിടെ നിറഞ്ഞിരിക്കുന്നു. ആ സമയത്ത് പുള്ളിക്കാരി നേരെ തിരിച്ചാണ് പറയുന്നത് വി നീഡ് ടു കിൽ ദം എന്ന് വല്ല ഡയലോഗായിരുന്നു പറഞ്ഞെങ്കിൽ ഒരു സിവിൽ വാർ കിടന്നേ അവിടെ. ആ ഒരു സ്റ്റേഡിയം അത് ആ സമയം വരെ നല്ലതായിരുന്നു. പിന്നെ പുള്ളിക്കാരി ചെയ്തതൊക്കെ മണ്ടത്തരങ്ങളോ അല്ലെങ്കിൽ അത് ഒട്ടും കൊള്ളത്തില്ലാത്ത PR ആയിരുന്നു. പക്ഷേ അതും ആവശ്യം ഉണ്ടായിരുന്നു. കാര്യം പറഞ്ഞാൽ ഒരു രീതിയിൽ ഇല്ലെല്ലാം ഓക്കെയാണ്, സെറ്റാണെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ലെറ്റ്സ് ട്രംപോ അല്ലെങ്കിൽ എല്ലാവരും ഒക്കെ ട്രംപിൻ്റെ ഒക്കെ ആ ഒരു ദിവസം ഡയലോഗ് ഉണ്ട്. അത് കുറേ പേര് ക്രിട്ടിസൈസ് ചെയ്താണ്. ട്രംപ് ആ ഒരു ചാർലി മരിച്ച ദിവസം സ്റ്റേജിൽ കയറിയിട്ട് പുള്ളി പറഞ്ഞ ഡയലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർലി പുള്ളിയുടെ സ്വന്തം എനിമീസിനെ ഫോർഗീവ് ആയിരുന്നു, ഞാൻ ഫോർഗീവ് ചെയ്യത്തില്ല, പക്ഷേ ചാർലി പറയാതെ ഫോർഗീവ് ചെയ്യാനാ, സോ എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ പുള്ളി ഡയലോഗ് പറഞ്ഞ ആൾക്കാർക്ക് പറഞ്ഞു ഈ സമയത്ത് ഇങ്ങനത്തെ സ്പീച്ച് അല്ല പറയേണ്ടത്, നല്ലതാണ്, എല്ലാം ഓക്കെയാണ്, സെറ്റാണെന്നാണ് പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുള്ളിയുടെ ബേസ് തന്നെ പുള്ളിനെ കുറേ ക്രിട്ടിസൈസ് ചെയ്തായിരുന്നു. അപ്പോൾ അതാണ് പുള്ളി ന്യൂസിൽ ഇപ്പം പറഞ്ഞാണെങ്കിലും നേരെ തിരിച്ചുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും സാഡാണെന്നൊക്കെ പുള്ളിക്ക് വേണമെങ്കിൽ പറയായിരുന്നു, ഇല്ലെങ്കിൽ അതൊക്കെ പറയായിരുന്നു. പക്ഷേ പുള്ളിയുടെ രീതി വെച്ച് പറയുന്ന സംഭവങ്ങൾ പുള്ളി പറഞ്ഞായിരുന്നില്ല, അത് വേറെയും സംഭവമായിരുന്നു. കാരണം അത് ഇപ്പുറത്തെ സൈഡിൽ അങ്ങനത്തെ ആൾക്കാരെ ഉണ്ടാക്കിയേനെ. അണ്ട് അവർ തൂക്കൊണ്ട് പോകാനുള്ള സംഭവം
നല്ല സാധ്യതയുണ്ട്. എസ്പെഷ്യലി കൺസർവേറ്റീവ്സിനാണ് കൂടുതൽ തോക്കുള്ള സംഭവങ്ങൾ. അപ്പോൾ സംഗീത എന്തെങ്കിലും ഇതിൽ ആംഗിളുണ്ടോ? എനിക്ക് തോന്നുന്നത് പുള്ളി ഒരു ടേണിംഗ് പോയിന്റ് കൊണ്ടുവന്ന ഒരാളായിരുന്നു ആ സമയത്ത്. പുള്ളിയുടെ എന്താ പറയണേ, പുള്ളി LGBT എതിരെ എല്ലാം സംസാരിക്കുന്നുണ്ട്. പുള്ളി ഡിബേറ്റ് ചെയ്യുന്ന കാണാനാണെങ്കിലും ഒരു രസമുള്ള ഒരാളായിരുന്നു. അത്രയും നല്ല രീതിയിൽ ചെയ്യുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതേപോലത്തെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആളായിരുന്നു നമ്മുടെ പഞ്ചാബിലുണ്ടായിരുന്ന സിദ്ധു. പുള്ളീനെ വെടിവെച്ചാൽ വന്നേ, അതിനും സെയിം ഇതേപോലെ ആരാ വെടിവെച്ച് വന്നേ ആർക്കും ഒരു പിടിയില്ല. സെയിം ഇതിലും ആരാ ഇപ്പോൾ ഇത് ചെയ്തതിന് ഒരു കൺക്ലൂഷനും ഇല്ലാത്തൊരു സംഭവം. പിന്നെ എറിക്കയുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി ഈവൻ ആ ഫ്യൂണറിൽ മേക്കപ്പൊക്കെ ഇട്ടാൽ വന്നേ, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്. അപ്പോൾ കയ്യിലെല്ലാ വിരലും ഓരോ മോതിരം, ഓരോ അത് കണ്ണീന്ന് വെള്ളമൊന്നും വരുന്നില്ല, പക്ഷെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് അയ്യോ അത് കാണണമായിരുന്നാ. ഞാനിപ്പോൾ ഇന്നലെ എന്താണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും കാണാം. അന്ന് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ടച്ചിങ് ആയിട്ട് തോന്നി. പുള്ളിക്കാർ പറഞ്ഞു ഐ ഫോർ ഗീവ് എന്ന് പറഞ്ഞത്. ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരുമാതിരി ക്രിഞ്ചടിച്ചു പോയി. ഐ ഫോർ ഗീവ് എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി മുതലേ കണ്ണ് കരയുന്നില്ല, കണ്ണീരൊന്നും വരുന്നില്ല, മോന്തയൊക്കെ ഒരുമാതിരി ഇങ്ങനെ വെച്ചിട്ടൊരു സാധനം. അത് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി 100% പുള്ളിക്കാരി ഒരു ആക്ടറാണെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ അതിൽ വേറെ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിപ്പോൾ പുള്ളിക്കാരി എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ലെവലിൽ നിൽക്കുന്ന ആളാണ്. അത്രയും കോമൺ സെൻസ് എന്തായാലും ഉണ്ട്, വിവരമുണ്ട്. ശരിക്കും ഇപ്പോൾ അറിഞ്ഞ് പുള്ളിക്കാരി ലടിച്ച് പ്ലാൻ ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരിക്ക് അത്രയും കോമൺ സെൻസ് ഇല്ല. ആ സമയത്ത് പോകേണ്ട ഒരു വിധവയായിട്ടാണ്, കരഞ്ഞുകൊണ്ടാണ് പോകേണ്ടത്. ആക്ട്രസും പുള്ളിക്കാരി നല്ല ആക്ടിങ് അറിയാം, കാര്യം പുള്ളിക്കാരി ആഡുകളൊക്കെ ചെയ്തിട്ടില്ല. അപ്പോൾ ആക്ടിങ്ങും അറിയത്തില്ലാത്തതല്ല, പിന്നെ പി ആറിനെ കുറിച്ച് അറിയത്തില്ലാത്ത പുള്ളിക്കാരില്ല. ആ ലെവലിൽ ഇരിക്കത്തില്ല പി ആറിനെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ചെയ്യേണ്ടതാണെങ്കിലും ഇപ്പോൾ കോമൺ സെൻസ് ആൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ ഒട്ടും മേക്കപ്പ് ഇല്ലാതെ ഏറ്റവും മിനിമലായിട്ട് മുടി കഴിച്ചിട്ട് വന്നിട്ടാണെങ്കിലും സ്പീച്ചും പുള്ളിക്കാർക്ക് പറയാറില്ലാത്തല്ലേ. ചാരിറ്റിലൊപ്പം സ്റ്റേജിലൊക്കെ വന്നിട്ടുള്ള അടിപൊളിയായിട്ട് സംസാരിക്കാനും പുള്ളിക്കാർക്ക് അറിയാം. അപ്പോൾ പുള്ളിക്കാരി ചെയ്യിക്കുന്നതാണെങ്കിലും അത് ഭയങ്കര മണ്ടത്തരല്ലേ ചെയ്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആരും ഇങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒത്തുചേരുമെന്ന് ആരും പ്രതീക്ഷ ഉണ്ടാകുന്ന. എല്ലാവരും ഓർത്തത് വെടിയും വെച്ചിട്ട് ടൈലർ റോബിൻസിനെ കുറ്റക്കാരനുമാക്കിയിട്ട് അവിടെ ഫുള്ള് തുടച്ച് വൃത്തിയാക്കി അവിടെ ഒരു ബിൽഡിംഗ് പണിത് കഴിഞ്ഞാൽ ഇതെല്ലാം പോകുന്നതായിരിക്കും ഓർത്തെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പക്ഷെ അത് ഇപ്പോൾ പുള്ളിക്കാരി ആണെങ്കിലും കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും വിചാരിക്കും ഞാൻ മേക്കപ്പ് ഇട്ട് വരാമെന്ന്. പുള്ളിക്കാരുടെ ആർഗ്യുമെൻറ്റ് ചാർലി ഇന്ന് എന്നെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നതാണ് ചാർലിയുടെ ആഗ്രഹം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരി ഈ ടേണിംഗ് പോയിന്റ് ദിവസയുടെ ജോലി ഏറ്റെടുക്കാനേ പാടില്ല. കാരണം പുള്ളിയും പുള്ളിക്കാരിയും ചാർലിക്കറും കൂടെ ഇരുന്നൊരു ഷോ ഉണ്ടായിരുന്നു. അതിനകത്ത് പുള്ളിക്കാരി പറയുന്നുണ്ട് പുള്ളിക്കാരി ഒരുമിച്ച് സംഭവിക്കുന്ന കാര്യമാണ് അമ്മയുടെ സ്ഥാനം വീട്ടിലാണ്, മക്കളെ നോക്കി വളർത്തുക എന്നുള്ളതാണ് അമ്മയുടെ ജോലി. അവരൊരിക്കലും കോർപ്പറേറ്റ് ജോലിയൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെ നോക്കാൻ ആരുമില്ല. അപ്പോൾ അമ്മയുടെ ജോലി എന്ന് പറയുന്നത് വീട്ടിൽ പിള്ളേരെ നോക്കിയിരിക്കുന്നതാണെന്ന് പുള്ളി പറയുന്നുണ്ട്. പുള്ളിക്കാരെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ചാർലിയുടെ വേർഡ്സിലോട്ട് എന്തെങ്കിലും വില കൊടുക്കുന്ന ആളാണ് പുള്ളിക്കാരിയെങ്കിൽ പുള്ളിക്കാരി വീട്ടിൽ ഇരുന്നേനെ. പിള്ളേരെ നോക്കുക. പുള്ളിക്കാരുടെ 2 പിള്ളേരുണ്ട്, അവരുടെ പറ്റി ഒരു വിവരമില്ല, അവരാരാ നോക്കുന്നത് എന്താണെന്ന് ഒരു പിടുത്തമില്ല. ഇവരെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വാല്യൂസ് എന്നൊക്കെ പറഞ്ഞ് അമ്മ വീട്ടിൽ ഇരിക്കണം, പിള്ളേരെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരിയാണെങ്കിൽ ഏറ്റവും വലിയ ജോലി എടുത്തിട്ട് ഓരോ ആഴ്ച കഴിയുമ്പോൾ ഓരോ സ്റ്റേജ് ഷോയോ അതൊക്കെ നടത്തി ഇങ്ങനെ ടൂറൊക്കെ നടക്കും പുള്ളിക്കാരി. പിള്ളേരെ നോക്കുന്നത് പുള്ളിക്കാരി മറ്റേ ഏത് ഷോയാന്ന് ഞാൻ വിട്ടു. പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ പറയുന്നവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പുള്ളിക്കാരി ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ അതൊക്കെ കണ്ടു എന്ത് സാധനം കണ്ടുകഴിഞ്ഞാൽ പേടിച്ചു, ഇതെന്ത് സാധനമാണ്, ഇതൊക്കെ ഭയങ്കര വലിയൊരു ഡിമോണിക്കാട്ടിലത്തെ സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിന്റെ പിന്നിലുള്ളവരൊക്കെ വലിയ സംഭവങ്ങളുണ്ട്. അന്ന് ഈ ബ്ലഡിന്റെ കാര്യം ഇതൊന്നും കാണാത്തത്. അത് സ്റ്റേജ് ചാർലി ശരിക്കും മരിച്ചിട്ടില്ല, പുള്ളി അന്ന് കടത്തിയതാ, പുള്ളി വേറെ എവിടെ ഉണ്ട്, പക്ഷെ പുള്ളിക്ക് പുറത്തു വരാൻ പറ്റില്ല. അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അതിനേക്കാൾ അവർക്ക് എളുപ്പം കൊല്ലുന്നത് തന്നെയാണ്. അവര് പേടിക്കണം. അതാ പറഞ്ഞത്, ഈ ബ്ലഡിന്റെ കേസിലാ പറഞ്ഞത്. കാരണം പോയ വഴിക്കൊന്നും ബ്ലഡില്ല, കൊണ്ടുപോയ വഴിക്ക് ബ്ലഡില്ല. ഈവൻ വണ്ടിയിൽ എടുത്ത് കയറ്റുമ്പോഴാണെങ്കിലും എടുത്ത് കയറ്റിയവരുടെ ദേഹത്ത് ബ്ലഡ് ഉണ്ടാവണം, അതുമില്ല. അപ്പോ അവര് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്താണ് അത്രയും സമയം കൊണ്ട് ബ്ലഡ് ക്ലോ. കാരണം ഇവര് പറഞ്ഞെല്ലാം കള്ളത്തരം, അതാണ് കുഴപ്പം. ബ്ലഡ് ആയിരുന്നു അത് ഇടിക്കുമ്പോൾ തന്നെ ഒരു സ്പ്ലാഷ് അല്ല ടീഷർട്ടിലേക്ക്. അത് ഈ ഒരു സൈഡിലൊക്കെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വേറെ ഒന്നും കാണുന്നില്ല അവിടെ. ബ്ലഡ് മൊത്തം ക്ലോട്ടായി പോയി. കുറെ പേര് കഴുത്തേലാണ് നമ്മുടെ ഒരു ഏതോ നെർവ് ഇരിക്കുന്നത്, അതൊന്നും തന്നെ ബ്ലഡ് നിൽക്കത്തില്ല, വലിയൊരു ആർട്ടറി ഉണ്ട് ബ്ലഡ്. ഇതിൽ കുറെ പേര് കള്ളത്തരം പറയുന്നുണ്ട്. ലൈക്ക് അത് കള്ളത്തരാണെന്ന് നമുക്ക് മനസ്സിലാവും, അതാണ് കുഴപ്പം. ഇവർ പക്ഷേ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇറക്കാക്കർക്ക് പറയുന്നുണ്ട് ചാർലി ആണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ആർക്കും ടെക്സ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, പുള്ളിക്കാരൻ്റെ ലൈഫ് ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ആർക്കും മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല എന്ന് പുള്ളിക്കാർ തർപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷേ മെസ്സേജ് കിട്ടി വരുത്താൻ ഒരു പോഡ്കാസ്റ്റ് എന്നിരുന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരന് മെസ്സേജ് ചെയ്തിട്ടുണ്ടെന്ന്. ആ ടെക്സ്റ്റും പുറത്തു വന്നിട്ടുണ്ട്. ലൈക്ക് പുള്ളിക്കാരൻ കുറേ പേരോട് പറഞ്ഞിട്ടുണ്ട് എനിക്കാണെങ്കിൽ പേടിയാവുന്നുണ്ട്, കാരണം എന്നെ എന്തോ സ്കെച്ച് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട് കുറേ പേരോട്. അതിന് എനിക്കൊന്ന് കാൻഡിസ് ഓവൻസ് അതിൻ്റെ ഇത് പുറത്ത് വിട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റേ പുള്ളിക്കാരൻ്റെ ഏതൊരു ഡയറക്ടർ മറ്റേ ചെവി പൊത്തിക്കൊണ്ട് ഓടുന്ന പുള്ളി ഉണ്ടല്ലോ, പുള്ളി പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വെടിപൊട്ടി ഉടനെ പുള്ളിക്കാരനാണെങ്കിൽ ഇർക്കാക്കർക്കിനെ ഉടനെ തന്നെ വിളിച്ചായിരുന്നു. ഇർക്കാക്കറിനെ ഇത് സംഭവം
അറിയിക്കാൻ വേണ്ടി വിളിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ കുഴപ്പമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഓൾറെഡി സംഭവം റെഡിയായിരുന്നു, ഫോൺ ഓൾറെഡി റെഡിയായിരുന്നു. വെടി പൊട്ടിയ ആ സെക്കൻഡ്, എനിക്കൊന്ന് ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ ഫോൺ ചെവിയിൽ ഒഴിച്ചിട്ട് പുള്ളി നേരെ തിരിഞ്ഞ് നടക്കുക. പുള്ളിക്ക് ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ മറ്റേ കോൾ ലോക്സ് കാണിച്ച പുള്ളിയുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ പറ്റും 100%. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല, ഇവരെല്ലാം കവറപ്പ് ചെയ്യാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഡൗട്ട് തോന്നുന്ന കാര്യങ്ങൾ. എനിവേസ്, അപ്പോൾ അതാണ് ആ ഒരു ടോപ്പിക്ക്. ദാറ്റ് ബീങ് സെഡ്, അപ്പോൾ നിങ്ങളുടെ തോട്ട്സും സമ്പളും കമൻറ്റ് പറഞ്ഞത് ഈ ഒരു സ്റ്റോറി ഫോളോ ചെയ്യുന്നില്ല, നിങ്ങൾ ചാർലിയുടെ ഡിബേറ്റ്സ് ഒക്കെ കണ്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് പുള്ളിയുടെ ടേക്ക് അവേസ് എന്താണ്, നിങ്ങൾക്ക് ഈ ഒരു കേസിൽ എന്താണ് തോട്ട്സ്, ഈ പാനലിൽ നമ്മൾ പറഞ്ഞതിൻ്റെ എഗ്രി ചെയ്യുന്നുണ്ടോ, നമ്മൾ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്ത് പോയിന്റ് ഉണ്ടോ, അത് നിങ്ങൾ ഒഫീഷ്യൽ നറേറ്റീവ് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നും പറഞ്ഞറിയിക്കുക.